നമുക്കറിയാം ഡൽഹി അസംബ്ലിയിൽ കഴിഞ്ഞ 27 വർഷമായി BJP അധികാരത്തിന് പുറത്താണ്, രാജ്യ തലസ്ഥാനമാണ്. തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹി പൂർണ്ണമായി തൂത്തുവാരുമ്പോഴും തൊട്ടു പിന്നാലെ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ദയനീയമായി തോൽക്കുന്ന ഒരു സ്ഥിതിയാണ് BJPക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ഡൽഹി പിടിക്കുക എന്നത് BJPയുടെ ഒരു പ്രധാന അജണ്ടയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 7 സീറ്റിലും BJPക്ക് ജയിക്കാനായി. എന്നാൽ അതിന് മുമ്പുള്ള ഇലക്ഷനെ അപേക്ഷിച്ച് BJPയുടെ വോട്ട് ശതമാനം കുറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും തീർത്തും വിഭിന്നമാണ്. ഡൽഹിയിലും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളായി നമ്മൾ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം BJPക്ക് കൊടുക്കുന്ന അതേ ജനങ്ങൾ തൊട്ട് പിന്നാലെ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ കെജ്രിവാളിനും ആം ആദ്മിക്കും വോട്ട് ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഡൽഹിയിൽ BJPയുടെ വോട്ട് നില പിന്നോക്കം പോയി. ജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ ഇടിവുണ്ടായി. ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിലാണ് മത്സരിച്ചതെങ്കിൽ അവർക്കൊരു സീറ്റിൽ പോലും ജയിക്കാനായില്ല എങ്കിൽ കൂടി ഈ വോട്ട് നിലയിൽ ഇടിവുണ്ടായത് BJP നേതൃത്വത്തിൽ ആശങ്ക ഉളവാക്കി. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഡൽഹി പിടിക്കുക എന്ന ഒരു അജണ്ടയുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു പ്രവർത്തനം പോരാ എന്ന തോന്നൽ BJP നേതൃത്വത്തിനുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവർ വളരെ കൃത്യമായി അവരുടെ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ, വോട്ടുകൾ ചേർക്കുന്നതിൽ അതിൽ വലിയ ആക്ഷേപങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുകയാണ്. ഡൽഹിയിലുള്ള വോട്ടുകളല്ല, ഡൽഹിക്ക് പുറത്തുള്ള വോട്ടുകളാണ്. നമുക്കറിയാം BJPയുടെ MPമാരെല്ലാം, അവർക്കെല്ലാം ഈ ഡൽഹിയിൽ അവർക്ക് വസതികളുണ്ട്, ബംഗ്ലാവുകളുണ്ട്, ഒക്കെയുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, ഒക്കെയുണ്ട്. അപ്പം ഇവരുടെയൊക്കെ വിലാസങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നത് 4-5 വോട്ടർമാരായിരുന്നുവെങ്കിൽ ഡൽഹി അസംബ്ലി ഇലക്ഷനിലേക്ക് എത്തുമ്പോൾ അത് പല മടങ്ങായി വർദ്ധിക്കുകയാണ്. പർവേഷ് വർമ്മയുടെ ഇവിടെ ഉദാഹരണമായി പറഞ്ഞു, 3 വോട്ട് മാത്രം ഉണ്ടായിരുന്നുള്ള അദ്ദേഹത്തിന്റെ വിലാസത്തിൽ 30-ലേറെ വോട്ടുകൾ ഇപ്പോൾ ചേർക്കപ്പെട്ടിരുന്നു. ഇത് ആ ഇലക്ഷന്റെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ച വലിയ മാധ്യമ വാർത്തകൾ പുറത്തു വന്നതാണ്. പർവേഷ് വർമ്മ മാത്രമല്ല, ഒട്ടനവധി BJP നേതാക്കളുടെ വസതികളിൽ ഇതുപോലെ വലിയ തോതിൽ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ 7 മാസ കാലയളവിൽ ഡൽഹിയിൽ 7 ലക്ഷം വോട്ടർമാർ അധികമായി ചേർക്കപ്പെട്ടു. വോട്ടർ പട്ടികകൾ 4 ലക്ഷം വോട്ടർമാർ അധികമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു. നമുക്കറിയാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും BJPയുമായുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് വെറും 2 ലക്ഷം മാത്രമാണ്. അപ്പോൾ 4 ലക്ഷം വോട്ടുകൾ വളരെ അസ്വാഭാവികമായി കൂടുന്നു. അതിന് മുമ്പുള്ള കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചുരുങ്ങിയ കാലയളവിൽ വലിയ തോതിൽ വോട്ടുകൾ വർദ്ധിക്കുന്നു.